Musa, Musa, Sigandi Musa, 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 Sigandi Musa. Musa. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ കൊള്ളക്കാരൻ മിൽഖ സിംഗ് അറസ്റ്റിൽ. ഇന്നലെ രാത്രി സത്യമംഗലം കാട്ടിൽ വെച്ച് ഈ കാട്ടുകള്ളനെ സാഹസികമായി പിടികൂടിയത് പ്രശസ്ത CID മൂലംകുഴി സഹദേവൻ എന്ന മൂസയാണ്. മിൽഖ സിംഗിനെ പിടിച്ചതിലൂടെ കൊള്ളക്കാർക്കെതിരെ ശക്തമായൊരു നീക്കമാണ് നാം നടത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ അഭിപ്രായപ്പെട്ടു. മൂസയുടെ ധൈര്യത്തെ പ്രശംസിച്ച മുഖ്യമന്ത്രി ഈ വർഷത്തെ CID പുരസ്കാരത്തിന് മൂസയെ തെരഞ്ഞെടുത്തതായും അറിയിച്ചു. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ CID പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ആളാണ് മൂലംകുഴി സഹദേവൻ എന്ന CID മൂസ. കേരളത്തിൽ കൊള്ള, കൊല തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിഞ്ഞതിൽ നാം അഭിമാനം കൊള്ളണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഹായ്, ദേ കണ്ടോ അവാർഡ്? എവിടെയാടി അവാർഡ്? ദേ ടിവിയില് നമുക്ക് അടിച്ചു പൊളിക്കണം. ഹായ്, എനിക്ക് അവാർഡോ? എന്റെ അത്തിപ്പാറ അമ്മച്ചി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഏറ്റവും നല്ല എസ്ഐക്കുള്ള സമ്മാനം എനിക്ക്. ഹായ്, എന്റെ തല തകർന്നേനെ. ഇതെന്നെ സൂപ്പർ ഫാസ്റ്റ് വരുന്ന പോലെ. ഹോ, എന്നെ ഇപ്പൊ കൊന്നേനെ. സോറി മോളെ, എനിക്ക് അവാർഡ് കിട്ടിയത് കേട്ടപ്പോഴേ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സോറി. അവാർഡോ? നിങ്ങൾക്കോ? പിന്നെ എനിക്കല്ലാതെ ആർക്കാടി അവാർഡ്? ആ, അവാർഡ് അത് മൂസയ്ക്ക്, എന്റെ ആങ്ങളയ്ക്ക്. ഈ വർഷത്തെ ഏറ്റവും നല്ല CIDക്കുള്ള സമ്മാനം അവനാ. ഓ പളോ, നിങ്ങൾക്ക് വല്ല പോഴമാർക്കുമുള്ള അവാർഡ് കിട്ടും. ഇത് മൂസയ്ക്കാ സമ്മാനം. അവനാള് വീരനാ. ഒരു വീരൻ. വീരനല്ലടി അവൻ, പാരയാണ് പാര. എന്റെ പോലീസ് ദൈവങ്ങളെ, ആ മൂസയെ ഒതുക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അവനെ ഒതുക്കാൻ നോക്കി നോക്കി നിങ്ങൾ പെരുവഴിയാകാതിരുന്നാ മതി.
നീ ആ ജീപ്പിന്റെ കീ കൊണ്ടെടുത്തേ. അവനൊരു പണി കൊടുക്കാൻ പറ്റുമോ നീ നോക്കട്ടെ. ആ പപ്പനെയും ഡൊപ്പനെയും കട്ടിട്ടതിന്റെ കാര്യം. ഹലോ, അതെ എസ് ഐ പീതാംബരനാണ്. മൂസയുടെ നമ്പറോ? ആ പറയാം. നമ്പർ നോട്ട് ചെയ്തു. ആദ്യം ഒരു 0, പിന്നെ ഒരു 0, പിന്നെ വലിയൊരു 0, പിന്നെ ഒരു കുത്ത് വട്ടം. വട്ടാണെന്നോ? എനിക്കല്ലടാ വട്ട്. നിന്റെ ഞാനൊന്നും പറയുന്നില്ല. വെക്കടാ ഫോൺ. മൂസമ്പരത്തിക്ക ഞാൻ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പോകാൻ പറ. നാശം. ഇവരേക്ക് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളെ ആർക്കും ഒരു വിലയില്ല. ഒരു ലൂക്കാസ് ഇങ്ങനെ പിടിച്ചത് പറഞ്ഞ് എന്താ പുകില്? CID സമ്മാനം, പിന്നെ സ്വീകരണം. മന്ത്രിക്കൊക്കെ പ്രാന്ത. ഈ പപ്പനെയും ഡൊപ്പനെയും കൂട്ടി ഇവനെങ്ങനെയെങ്കിലും ഒന്ന് തട്ടണം. ഹലോ, ഡൊപ്പനല്ലേ? നിങ്ങൾ എന്താക്കുവേ? ആ മൂസയ്ക്ക് സമ്മാനം കിട്ടി. എന്തിനാ? നിങ്ങളുടെ തലവരെ പിടിച്ചതിന്. അവരെ നമുക്ക് ഒതുക്കണ്ടേ? അതെ, വേണം. അവൻ എത്രയും പെട്ടെന്ന് തീർക്കണം. ഞങ്ങൾ ബോസുമായി ചർച്ച ചെയ്യട്ടെ. അവരെ കൊടുക്കാനുള്ള ഒരു നല്ലൊരു അവസരം ഒത്തുവരുന്നുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെ, പിന്നെ കാണാം. അവരെന്താ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത്? എന്തോ പന്തി കേടുണ്ട്. ഒന്ന് നോക്കിക്കളയാം. ഹലോ, സർ, ഞങ്ങളിവിടെ എത്തി. ഇവിടെ മൊത്തം 8 ബാങ്കുകളുണ്ട്. എല്ലാത്തിലും ഇന്ന് കയറാൻ പറ്റില്ല. ഇന്നൊരു 3 എണ്ണത്തിലേ പണി നടക്കൂ. എല്ലാ ബാങ്കുകളും കവർ ചെയ്യല്. സമയം ഇത്ര ആയില്ലേ സാർ? ബാങ്ക് കൊള്ളക്ക ഉടൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് ആളെ വരുത്താം. അല്ലേ വേണ്ട, ഈ കൊള്ളക്കാരെ എനിക്ക് ഒറ്റക്ക് പിടിക്കണം. ഇപ്പൊ തന്നെ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്താലോ? അത് വേണ്ട, ബാങ്കിൽ കൊള്ള നടത്തി കഴിഞ്ഞ് കൈയോടെ പിടിക്കണം. എന്നാലേ ഒരു വെയിറ്റ് ഉള്ളൂ. സ്റ്റേഷനിൽ ആരും അറിയണ്ട. മൂസയ്ക്ക് മാത്രമല്ല, എനിക്ക് കൊള്ളക്കാരെ പിടിക്കാൻ കഴിയുമെന്ന് എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ. ഹലോ, നമുക്കാദ്യം ആ ജോസ് ജംഗ്ഷനിലുള്ള ബാങ്കുകളിൽ കയറിയാലോ? ആ കാണുന്നത് നെടുങ്ങാടി ബാങ്കാണ്. അവിടെ കാര്യമായ കളക്ഷൻ ഒന്നും കാണില്ല. നമുക്ക് HDC ബാങ്കിലേക്ക് പോവാം. അവിടെ ആവുമ്പോൾ ദിവസവും ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ്. എടാ ഭയങ്കരമാരെ, മെഷീൻ 2 പേരത്തുള്ളവും എടുത്തിട്ടില്ലേ? അതോ കഴിഞ്ഞ ദിവസത്തെ പോലെ അത് മറന്നോ? എടുത്തിട്ടുണ്ടോന്നോ? നല്ല ചോദ്യം. ഇതിൽ 50 ലക്ഷത്തോളം ഈസിയാ. ഇതിലാണെങ്കിൽ 25 കോടി വരെയാകാം. രണ്ടിന്റെയും 10 എണ്ണം വീതമുണ്ട്. പോരെ? ഡ്രൈവർ, HDC ബാങ്കിലേക്ക് വണ്ടി വിടൂ. നോട്ടുകൾ ആരും കാണാതെ കൊണ്ടുപോകാനുള്ള പലതരം പെട്ടികളുമായാണ് ആ കാലന്മാർ വന്നിരിക്കുന്നത്. ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പേരങ്ങ് പൊങ്ങും. പിന്നെ ഈ മൂസ ആർക്ക് വേണം? വലിയ ബാങ്ക് കൊള്ളക്കാരെ അല്ലേ വീരപ്പരസ്യം പീതാംബരം പിടികൂടാൻ പോകുന്നത്. എല്ലാ സെറ്റപ്പല്ലേ? തോക്കൊക്കെ ആണോ? അയ്യേ മാക്രി. ഭാഗ്യം ആരും കണ്ടില്ല. ഹലോ, ഇത് HDC ബാങ്ക് അല്ലേ? ഇത് ഞാൻ SI വീരപ്പനാണ്. നിങ്ങളുടെ ബാങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വൻകൊള്ള നടക്കും. അയ്യോ സാർ, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. അവർ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ചാടി വീണവരെ പിടികൂടും. നിങ്ങൾ ധൈര്യമായിരിക്കേ. ഹലോ, പത്ര ഓഫീസല്ലേ? അതെ, ഞാൻ SI പീതാംബരനാണ്. എന്റെ ഒരു മനോഹരമായ ഫോട്ടോ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോ. ഭരണകോളത്തിലേക്കാ സാറെന്താ ചാവാൻ പോവുക? എടാ മണ്ടാ, ഇന്ന് സിറ്റിയിൽ നടക്കാൻ പോകുന്ന പ്രഭാതമായ ഒരു ബാങ്കുകള എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഞാൻ പിടിക്കും. ആ വാർത്ത കൊടുക്കാനാ. ഇനി എല്ലാ കഴിയുമ്പോൾ നീ വന്നേരെ ഫോട്ടോ എടുക്കാനും അഭിമുഖത്തിനും. അപ്പ കാണാം റാസ്കൾ.
എന്റെ പഴവങ്ങാടി ഗണപതി ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാ മൂസ് ഔട്ട്. പിന്നെ ഈ SI വീരപ്പൻ എന്ന് പറഞ്ഞാ നാട്ടുകാർ ആർത്തി വിളിക്കും. ഹലോ, ബാങ്ക് മാനേജർ അല്ലേ? ഇത് ഞാനാണ് വീരപ്പൻ SI. കൊള്ളക്കാർ എവിടെ എത്തി സാർ? അവർ ബാങ്കിന്റെ അണ്ടർഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞു. പേടിക്കട്ട, ഞാൻ ബാങ്കിന്റെ മുകളിലുണ്ട്. അവന്മാർ പൈസ തട്ടിയെടുത്ത് വാനുമായി ബാങ്കിന്റെ മുന്നിൽ വന്നാൽ അപ്പൊ ഞാൻ പണി നടത്തും. അവന്മാർ കൗണ്ടറിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. ഓക്കേ? ഞാൻ വരട്ടെ. അവരെ കുടുക്കിയിട്ട് തന്നെ ഒരു കാര്യം. ചന്ദ്ര അയ്യോ തല അമ്മേ അയ്യോ എന്തു പറ്റി സാർ? അമ്മേ അയ്യോ എന്റെ ടൈമിംഗ് ശരിയായില്ലടോ. അപ്പോ അവന്മാർ രക്ഷപ്പെട്ടടോ. സാർ, അവരെ പിടിക്കാഞ്ഞ നന്നായി. അവര് കൊള്ളക്കാരൊന്നുമല്ല, ബാങ്കുകളിൽ നോട്ടെണ്ണുന്ന മെഷീൻ വിൽക്കാൻ വന്നവരാ. തനിക്ക് ഇതൊന്നും നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ആ നശിച്ച നോട്ടെണ്ണുന്ന മെഷീൻ കാരണം മനുഷ്യരിവിടെ നക്ഷത്രം എണ്ണുകയാ. അയ്യോ എന്റെ തട്ട് പൊടിഞ്ഞേ അയ്യോ ഹലോ, പീതാമൻ സാറല്ലേ? ഇത് പത്ര ഓഫീസിൽ നിന്നാ സാറേ. ഏത് സൈസിലുള്ള ഫോട്ടോ കൊടുക്കണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചാ. എന്റെ മരണ സൈസിലുള്ള ഫോട്ടോ കൊടുക്കണ പാപികളെ. അയ്യോ എന്റെ നടു പോയേ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നാടിന്റെ രോമാഞ്ചവും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പേടി സ്വപ്നമായ ഏറ്റവും നല്ല CID ആയി മാറിയ CID മൂസൈറ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നു. ഹലോ ഡൊപ്പ. ഞാനിന്നലെ ഭയങ്കര ബിസി ആയിരുന്നു. ഒരു വലിയ കേസിന്റെ പുറകെ. പിന്നെ ഞാൻ ഇന്നലെ തകർത്തില്ലേ? പിന്നെ തലയും കുത്തി വീണല്ലേ തകർത്തത്. നാണമില്ലേ മനുഷ്യ മൂസക്കിട്ട് പാറമെടുത്ത് നടക്കാൻ? സ്വന്തമായിട്ടൊരു കേസ് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നീ ഒന്ന് പോടി ഡൊപ്പ. മൂസയെ തകർക്കാനുള്ള ചില പണികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരുത്തിയുണ്ട്, അവന്റെ സഹോദരി, എന്റെ ഭാര്യ. നമ്മുടെ തന്ത്രം അവള് ചോർത്തി മൂസയ്ക്ക് കൊടുക്കും. ഞാൻ അങ്ങോട്ട് അടുത്ത ദിവസം വരാം. ഇന്ന് വേറെ ചില തിരക്കുകളുണ്ട്. ഓക്കെ ഡോപ്പാ. ഇന്നലെ മൂസയെ ശരിയാക്കാൻ പോയിട്ട് നല്ല പോലെ ശരിയായാ വന്നത്. ഇന്ന് എവിടെ വീണ് നടോടിക്കാനാണോ പോണത്? മൂസയുടെ കൂട്ടുകാരൻ കള്ളൻ കൊച്ചുണ്ടിയല്ലേ വരുന്നത്. അവനെ ഒന്ന് പൊക്കണം. അവനവൻ കുഴിക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുലുമാൽ നെറ്റിൽ കുലുമാൽ. കള്ളന്മാരെ കേടികളെ കമണ്ടടിക്കാരെ കൊല്ലാപ്പാണിനി ഓടിക്കോ മൂസ വരുന്നുണ്ട്. അവനവൻ കുഴിക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുലുമാൽ നെറ്റിൽ കുലുമാൽ. നീ തന്നെ ഉദ്ദേശം തന്നെയാണ്, എന്റെ മാതൃ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്. അയ്യോ ഞാനോ? ഞാൻ എന്തിനു സാറിനെ കളിയാക്കണം? അപ്പൊ നീ വെറുതെ പാടിയതാണല്ലേ? എന്നാ ഇപ്പൊ പൊക്കോ. നേരെ ചൊവ്വ നടന്നാ നിനക്ക് കൊള്ളാം. വളരെ ഉപകാരം സാർ, ഞാൻ പോട്ടെ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുലുമാൽ കുലുമാൽ. ബാങ്ക് വെള്ളം പിടിക്കാൻ ചെന്നപ്പോഴയ്യോ പുലിവാൽ പുലിവാൽ. അപ്പൊ നീ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ പാടിയത്? നിക്കടാ അവിടെ. അയ്യോ SI വീരപ്പന് ഭ്രാന്ത് പിടിച്ചോടുന്നേ, ഓടിവായോ. നിക്കാനല്ലേ പറഞ്ഞത്? നിന്നെ പിടിക്കാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. അയ്യോ, പോലീസുകാരെ കളിയാക്കുന്നോടാ റാസ്കൾ. എന്റെ പൊന്നു പ്രതാപാമ്പരൻ സാറേ, ക്ഷമിക്കണം. സാറ് പ്രീതപ്പാമ്പരനോ? എടാ അക്ഷരശുദ്ധി വേണം. എന്റെ പേര് എനിക്കെന്നെ കിട്ടുന്നില്ല. എടാ പീതാംബരൻ SI. എന്ത് പീയാണെങ്കിലും തായാണെങ്കിലും എന്റെ സാറേ, സാറ് ബാങ്ക് കൊള്ളക്കാരെ പിടിക്കാൻ പോയതും വാനിന്റെ പുറത്തേക്കാന്ന് പറഞ്ഞ് ചാടി തലയിടിച്ച് വീണോന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്റെ തസ്കര ഭഗവാന്മാരാണേ സത്യം.
എടാ കൊള്ളക്കാരെ കണ്ടതും അവരെ ഓടിച്ചിട്ടതും ഒക്കെ ശരിയാ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു അവരെ കൊള്ളക്കാരല്ലത്. പിന്നെ ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. ആ നമ്പർ കാരണം നെറ്റിലൊരു നമ്പർ കിട്ടിയല്ല. നെറ്റിയിലെ നമ്പറോ? ഓ എന്തൊരു വേദന. എടാ ഇതൊക്കെ ഒരു പോലീസ് ഓഫീസർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്തും നമ്മൾ സാഹസികമായി നേരിടണം. ഇതുപോലെ നേരിട്ടാ നെരിയും. എന്ത് നെരിയും? എല്ലി നെരിയും. അതിനൊക്കെ സാറ് മൂസയെ കണ്ടു പഠിക്കണം. അവൻ ചാടന്റെ അടുത്തേ ചാടൂ, വീഴന്റെ അടുത്തേ വീഴൂ. ഇപ്പൊ കണ്ട മിൽഖാ സിംഗിനെ പിടിച്ചത്. CID സമ്മാനം മൂസയ്ക്ക് കിട്ടിയില്ലേ? എന്ത് സമ്മാനം? എന്നാടാ ഈ CID ഒക്കെ ഉണ്ടായത്? ഞാൻ വിചാരിച്ച ഇതിലും വലിയ സമ്മാനം എനിക്ക് കിട്ടും. അതിനെ മൂസയെ പോലെ കഴിവും തന്റെ ഇടവും വേണം. എന്ത് കഴിവെന്നാ നീ പറയുന്നത്? പേടിത്തൊണ്ടന്മാരായ കള്ളന്മാരെ പിടിച്ചതോ? അതിലൊന്നും വലിയ കാര്യമില്ല. അവനും ഞാനും തമ്മിൽ അടുത്ത ദിവസം ഒന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. ഒരു വലിയ മത്സരം. നീ എന്ന് കണ്ടോടെ എന്റെ കഴിവ്? അതെന്ത് മത്സരം നിങ്ങൾ തമ്മിൽ? ഓൾ കേരള കാർ റേസിംഗ് കോമ്പറ്റീഷൻ. കേരളത്തിലെ പ്രമുഖർ തമ്മിലാ മത്സരം. ആ അപ്പൊ പ്രമുഖർ മാത്രമല്ല, പോഴന്മാരുണ്ടല്ലേ മത്സരത്തിന്. പോഴന്മാരോ? അതാരാ? സാറ് അല്ലാതാരാ? എടാ കൊച്ചുണ്ടി, നീ പിന്നെ കളിയാക്കുന്നോ? നിക്കടാ അവിടെ. നിന്നെയൊക്കെ വെറുതെ വിട്ട ശരിയാവൂല. അമ്മടെ പുളിസോ എന്നെ കൊറേ പിടിച്ചത് തന്നെ. വാ 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 വാ. അയ്യോ കുളം. ഈരപ്പൻ എന്നെ പിടിച്ചത് തന്നെ. ഇനി എന്ത് ചെയ്യും? ആ വഴിയുണ്ട്. നീ പതില് ചാടിയാലും വരത്തേക്കേറിയാലും ഈ വീരപ്രസേദിന്റെ വിടില്ലടാ. അയ്യോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ പീതാംബരൻ സാറിന്റെ നീന്തൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അയ്യോ രക്ഷിക്കണേ, ഞാൻ വെള്ളം കുടിച്ച് ചാവുവേ. അയ്യോ സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെയാണ് ലാലലാലല. ഏത് സുന്ദരിയോടാ നീ ഇറങ്ങി വരാൻ പറയണേ? നീങ്കെത്തിയോ? ഈ CID മൂസ് വിളിച്ച ഏതാളും വരും. അതാണ് ഈ ഞാൻ. വരും വരും. എടാ നീ ആ പൂജയായിട്ടുള്ള ലൈനൊക്കെ അങ്ങ് വിട്ടേരി. ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആണെങ്കിലും തല്ലുകൊള്ളാൻ ഞാനില്ല. എടാ ആര് തല്ലോ നീ പറയണേ? ലൈൻ അടിക്കാൻ നീയും തല്ലുകൊള്ളാൻ ഞാനും. അതെവിടത്തെ ഏർപ്പാടാടാ? എടാ നിന്റെ ഇഷ്ടപ്രാണേശ്വരിയില്ലേ ആ പൂജ, അവളുടെ ഫാമിലിയെ പറ്റി നിനക്കൊല്ലത് അറിയാവോ? എടാ അവളുടെ ആങ്ങളമാരൊക്കെ ആരാണെന്ന് അറിയാവോ? അതാ പറഞ്ഞത് എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. എടാ ഈ മൂസയുടെ അടുത്ത് അവരുടെ ഒരു കളിയും നടക്കില്ല. എന്റെ CID ദൈവങ്ങളാണ് പൂജ എനിക്കുള്ളതാ. എന്റെ തസ്കര ഭഗവാനെ, അവരുടെതല്ലെല്ലാം ഇവനുള്ളത് തന്നെ. നീ ഒന്ന് പോടാ കൊച്ചുണ്ണി, മനുഷ്യനെ ഡെങ്കേറാക്കണ്ട്. ഹോ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. എന്റെ പൊന്നു മോനെ, ഇന്ന് കാർ റേസിംഗില് നീ പറന്നോളട്ടോ. ജയിച്ചു കഴിഞ്ഞാ നമ്മൾ അടിച്ച് പൊളിക്കില്ലേ? എന്താ ഇത്? എന്താ വല്ലാത്തൊരു സൗണ്ട്? എന്തു പറ്റി? കുഴപ്പമായോ? ആഹാ നീയായിരുന്നോ? എടാ അർജുൻ, എടാ എടീക്കടാ. അവന്റെ ഒരു ഉറക്കം കണ്ടില്ലേ? എടാ ഇന്ന് കാർ റേസിംഗ്, നമുക്ക് പോണ്ടേ? പിന്നെ പോകണ്ടേ? ഞാൻ റെഡി. എങ്ങോട്ട്? ഇതെന്താ ഈ വേഷത്തില്? നീ ഇതെവിടേക്കാ? എടാ ഇന്നല്ലേ കാർ റേസിംഗ്? അതെ ഇന്നാണ്. അതിന് നിനക്കെന്താ? എടാ മണ്ട, കാർ റേസിംഗ് കാണുന്നതിനൊന്നും ഈ വേഷമൊന്നും വേണ്ട. കാർ ഓടിക്കുന്ന എന്നെ പോലുള്ളവർക്കാ ഈ ഡ്രസ്സൊക്കെ വേണ്ടത്. എന്നെ പോലെന്നല്ല, നമ്മളെ പോലെ എന്ന് പറ. ഇന്ന് കാർ റേസിംഗിന് ഞാനുണ്ട് മത്സരിക്കാൻ. പിന്നെ നീ ശ്രദ്ധിക്കണം, ആ വീരപ്പനില്ലേ നിന്റെ ഒരു അളിയൻ, അയാളുണ്ടാവും റേസിംഗിന്. അയാൾ എന്തെങ്കിലും പണി ഒപ്പിക്കും, നോക്കിക്കോ, സൂക്ഷിക്കണേ. അത് ഞാൻ സൂക്ഷിച്ചോളാം. അതൊക്കെ പോട്ടെ, നീ മത്സരത്തിന് കൊണ്ടുപോണ കാർ ഏതാ? കാറോ? അതാ കിടക്കുന്നു, എന്റെ പുന്നാര ഫിയറ്റ്. എടാ അതെന്റെ പഴയ കാറല്ലേ. ഇത് റേസിംഗിനൊന്നും പറ്റില്ല, ഒരുപാട് പഴക്കുണ്ട്. നീ ഇത് ഓടിച്ച ശരിയാവില്ല. എന്റെ മൂസേ, കാർ ഞാനും കുറെ ഓടിച്ചിട്ടുള്ളതാ. മത്സരത്തിനായിട്ട് ഞാനിത് ഇന്നലെ ഒന്ന് അഴിച്ചു പണിതേ ഉള്ളൂ. ഇപ്പൊ എല്ലാം ഓക്കെയാ. എന്തൊക്കെയാണെങ്കിലും ഇത് നിന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ദേ കിടക്കണ് അമ്മടെ പുളിസോ. എടാ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ എനിക്കൊരു ഹര. ദേ നീ കണ്ടോ ഇവൻ പായുന്നത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് കൊടുത്ത് ഗിയറിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. എന്റെ മൂസേ രക്ഷിക്കണം.
വണ്ടി പോയിടിച്ച് എല്ലാം തകർന്ന് നാട്ടുകാരെല്ലാരും കൂടി എന്റെ പുറകെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ചത്തുപോയെന്ന് പറഞ്ഞാല് പിന്നെ കാണാം. ഇനി ഇവിടുന്ന് ശരിയാവില്ല. അർജുൻ, വേഗം മത്സര സ്ഥലത്തേക്ക് പോവാം. ഹലോ, ഡോപ്പറല്ലേ? ഇത് ജാര. എസ് ഐ പീതാംബരൻ. ഇന്നാണ് മത്സരം. ഏത് മത്സരോ? എടോ, കാറോട്ട മത്സരം. നമ്മുടെ മൂസയെ പങ്കെടുക്കുന്നുണ്ട്. അവനൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാ. എടോ ഡോപ്പാ, ഇതിലും അവൻ ജയിച്ച എന്റെ പഴവങ്കാട് ഗണപതിയെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അവന്റെ കാറിന്റെ ബ്രേക്ക് എങ്ങനെയും കട്ട് ചെയ്യണം. ഞാനിപ്പോ തന്നെ മത്സര സ്ഥലത്തെത്തും. ശരി സാർ, ഞങ്ങൾ ഏറ്റു. മത്സരം തുടങ്ങിക്കഴിഞ്ഞ് സാർ നോക്കിക്കോ, അവന്റെ കാറിടിച്ച് തവിട് പൊടിയാകും. ശരി ശരി ശരി, ഓക്കെ, അത് മതി. നിയമങ്ങളെ പ്രശസ്തം തമ്മിൽ ഏറ്റുമുട്ടുന്ന കാർ റേസിംഗ് ഓഫ് മില്ലേനിയം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. ഒന്നക്കപ്പിനും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഈ കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മത്സരത്തിൽ പ്രശസ്തനായ CID മൂലംകുഴി സഹദേവൻ എന്ന മൂസയും വീരപ്പൻ എസ് ഐ എന്നറിയപ്പെടുന്ന SI പീതാംബരൻ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ പപ്പനും ടൊപ്പനും ഇതുവരെ എത്തിയില്ലല്ലോ. അവര് വന്നില്ലേ പണി പാളും. ഈ മൂസക്കൊട്ടൊരു പണി കൊടുക്കാൻ എന്താ വഴി? ഒരു ഐഡിയ ഉണ്ട്. അവന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ശരിയാണോ എന്ന് പരിശോധിക്കാൻ. അയ്യോ, എവിടെ നിന്ന് കിട്ടിയടാ ഈ പാട്ട വണ്ടി? ഇപ്പൊ എന്റെ കൈ ഒടിഞ്ഞേനെ. കൈയിട്, കാറേത് കൈയിട്. എടാ മൂസേ, കാറോട്ടത്തിൽ പങ്കെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇതിന്റെ ബുക്കും പേപ്പറും എടുത്തേ. അളീൻ എന്ന മുതലാ വണ്ടി പിടുത്തം തുടങ്ങിയേ. എടാ, ഒരു പോലീസുകാരനെ എപ്പോ വേണമെങ്കിലും ഒരു വാഹനം പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. നീ കളിക്കാതെ ഇങ്ങട്. ബുക്ക് വേണമെങ്കിൽ പൈസ തരാം. അളിയൻ പോയി ഒരു 200 പേജിന്റെ ബുക്ക് മേടിച്ചു. പിന്നെ പേപ്പർ, ഇന്നത്തെ പേപ്പർ വണ്ടിയിലുണ്ട്. കളിയാക്കത്തോടാ റാസ്കൽ. അളിയനാണെന്ന് ഞാൻ നോക്കൂല. നിന്റെ വണ്ടി പരിശോധിച്ചിട്ടെന്റെ കാര്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയും ഇനി നീ കാർ ഓടിക്കണോ വേണ്ടോ എന്ന്. അത്രക്കായോ? നിന്റെ വണ്ടി ഞാനത് പരിശോധിച്ച് നോക്കട്ടെ. എന്റെ കാറിൽ നിന്ന് ഇറങ്ങിക്കേ. എന്റെ വണ്ടിക്ക് ഇതിലും പറ്റിയാണല്ല. എന്റെ സ്വഭാവം മാറുവേ. ഹായ്, സ്റ്റീറിംഗ് കൊള്ളാം, ബ്രേക്ക് ഉഗ്രൻ. പക്ഷേ എന്റെ കാറിന്റെ ഡയലത്ത് വരില്ലത്. എടാ പപ്പ, ആ ബൈനോക്കുലർ അങ്ങോട്ടെടുത്തേ. മത്സരത്തിന് വന്നിട്ടുള്ള മൂസ എവിടെയാണെന്ന് നോക്കട്ടെ. അല്ല, ആ വീരപ്പൻ എസ് ഐ എവിടെ? എടാ പൊട്ട, അയാൾ അവിടെ കാണും. വേഗം ആവട്ടെ, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ആ വീരപ്പനസയെ കണ്ടു. അയാൾ ഇപ്പോഴേ കാറോടത്തിന് തയ്യാറായിരിക്കുക. പക്ഷെ ആ മൂസയെ കാണുന്നില്ലല്ലോ. തൊട്ടടുത്ത് ഏത് കാറാന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്ക്. തൊട്ടരികിൽ ഒരു പച്ച നിറമുള്ള കാറാ കിടക്കുന്നേ. എങ്കിൽ അത് തന്നെയാണ് മൂസയുടെ കാർ. പക്ഷെ നമ്മൾ അവിടെ എങ്ങനെ എത്തും? റോട്ടിലും വഴിയരികിലുമെല്ലാം പോലീസുകാരും നാട്ടുകാരുമാ. ഐഡിയ ഉണ്ട്. നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴി ചെന്ന് ബ്രേക്ക് കട്ട് ചെയ്യണം. ആ കാണുന്ന വാട്ടർ പൈപ്പ് ലൈനിന്റെ ഹോളിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങണം. ബ്രേക്ക് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, പെട്ടെന്ന് അവിടെ എത്തണം. മത്സരം തുടങ്ങാറായി. പിന്നെ അതൊക്കെ എടുത്തിട്ടുണ്ട്. വാ, ശരി, പോകാം. വണ്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ ഇപ്പൊ പറഞ്ഞു വിട്ടാൽ ശരിയാകില്ല. നിന്നെ എനിക്ക് മത്സരിച്ച് തോപ്പിക്കണം. ഓക്കേ? ഈ മൂസയുടെ മുന്നിൽ SI അല്ല DAG വന്നാൽ എനിക്ക് പുല്ലാണോ കല്ലാണോ എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇതാ വാശിയേറിയ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുക. മത്സരം തുടങ്ങാറായോ? ഞാൻ റെഡി. മത്സരത്തിന് പങ്കെടുക്കുവാനുള്ള എല്ലാവരും അവരവരുടെ കാറിൽ കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവന്റെ കാറിലെ സ്മൂത്ത് എന്റെ ഈ പൊന്നുമോൻ തന്നെ.
മോനെ കലക്കിക്കോളേ. ആ പപ്പരെ ഡൊപ്പരെയും ഇതുവരെ കണ്ടില്ലല്ലോ. ഇവന്മാർ ഇതെവിടെ പോയി കിടക്കുക? ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഡൊപ്പരല്ലേ? നിങ്ങൾ ഇതെവിടെയാടാ? ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ്. നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്ന കാര്യം നടക്കുവോ? എടാ മണ്ട, ഞങ്ങൾ റോഡിനടിയിലുണ്ട്. അതാ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് എന്ന്. ഇപ്പൊ തന്നെ അവന്റെ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്യും. എന്തെങ്കിലും ചെയ്തെങ്കിൽ വേഗം ചെയ്യണം. പാവ ഇരിപ്പ് കണ്ടില്ലേ? അവനറിയുന്നുണ്ടോ കാറിന്റെ അടിയിൽ ഇപ്പോ ഡപ്പറൊക്കെ പണി നടത്തുന്നത്? ഇതെന്ത് പണ്ടാര പാട്ടാ? ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും പാടും. ഏത് റാസ്കലാണ് എന്റെ കാറിൽ വന്നിടിച്ചേ? ഇതാ പ്രാന്തനല്ലേ? ഈ ഇടയ്ക്ക് ഇവിടെ വന്നു. ഇതെല്ലാവരുടെ പണിയുമ്പ തീർക്കും. ഈശ്വര രക്ഷിക്കണേ. ഈ പ്രാന്തജീനി എന്ത് പണിയാണാവോ ഒപ്പിക്കാൻ പോണേ? എന്ത് മാമിലതൊരു കാരോട്ട് മത്സരമോ? സത്യമല്ല, മാമും മത്സരത്തിലുണ്ടെന്ന് എത്ര പെട്ടെന്ന് അറിയിച്ചോളൂ SI വീരപ്രാജ്. നീ എന്തിനു വന്നതാണാ കാലമാടാ? എന്ത് നാം വന്നതോ? ബഹുമാന്യരായ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഈ മത്സരം കൊളവാക്കാനാണ്. എടാ, നീ മത്സരം കൊളമാക്കാൻ നിൽക്കാതെ ആദ്യക്കട മൂസക്കിട്ട് പണി കൊടുക്കാൻ നോക്ക്. എന്താ നിന്റെ മത്സരം കഴിഞ്ഞാൽ വേണ്ട രീതി കാണാം. ഓഹോ, എങ്കിൽ ശരി, ഓക്കെ. ഡബിൾ ഓക്കെ. അയ്യോ, എന്റെ കൈ എന്താണ് പ്രാന്തിജിത്തിന്റെ കയ്യില്? ഈ കൈ കൊടുക്കുമ്പോ ഒരു എഫക്ട് വേണ്ടേ? അതിനാണിത്. കൂടെ തമ്പി കൂടിയുണ്ടല്ലോ. കാണ്ടാമൃഗത്തിന് കഴുതപ്പുലി കൂട്ട്. ഹലോ, SI സാറല്ലേ? എല്ലാം ഓക്കെ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ? അപ്പൊ ശരി, പിന്നെ കാണാം. ട്രോഫിയും ക്യാഷ് അവാർഡും വീട്ടിക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കാലമാടാ? ആ മത്സരം തുടങ്ങട്ടെ. കാലമാടനാ ഈ അക്ഷയ്ക്കാരുടെ അടുത്ത് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്കിട്ട് പാരപണിയെന്നെ തോന്നുന്നു. എന്തായാലും ശരിയാക്കി കൊടുക്ക. സ്നേഹം നിറഞ്ഞ കായിക പ്രേമികളെ, അതിസാഹസികമായ മത്സരം ആരംഭിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാർ റേസിംഗ് ഓഫ് മില്ലേനിയം ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി, 1 2 3. എടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കും. കാറിലത്തെ വാശിക്ക് എന്നെ ഓടിത്തൊപ്പിക്കാൻ പോവാ. എടാ അതല്ലടാ, ഞാൻ കാറിടിച്ച് ചേർത്താ മതിലിന്റെ ഉടമസ്ഥൻ പുറകെവനുണ്ട്. അപ്പൊ ശരി. അയ്യോ, എന്നെ തല്ലല്ലേ. ഹായ് പ്രാന്തിജി, വലത്തോട്ട് വണ്ടി തിരിച്ച് ബൂസ്റ്റയുടെ വണ്ടി ഇടിച്ചു തെറിപ്പിക്ക് വേഗം. കാണിച്ചത് ബ്രേക്ക് പോയോ? അയ്യോ, രക്ഷിക്കണേ. പ്രിയമുള്ള കായിക പ്രേമികളെ,
ഇതാ വാശിയേറിയതും സാഹസികവുമായ കാർ റേസിംഗിൽ പ്രഗത്ഭനായ CID മൂസ വിജയിച്ചിരിക്കുന്നു. മറ്റുള്ളവരെയെല്ലാം പിന്തള്ളി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മൂസ ഫിനിഷ് ചെയ്ത് ഈ വർഷത്തെ ക്യാഷ് അവാർഡും ട്രോഫിയും നേടിയിരിക്കുകയാണ്. മൂസ കീ ജയ്, മൂസ കീ ജയ്, മൂസ കീ ജയ്. എന്താ ഇത്? കാറിൽ ഇത് ഭൂതമോ? എന്റെ ദൈവമേ, ഇനി പരീക്ഷണോ? ഭൂതമല്ല സാർ, ഞാനാ ഭ്രാന്തിച്ചി. എങ്ങനെയുണ്ട് എന്റെ കാർ റേസ്? പോടാ പ്രാന്ത, ഈ കാരണോ ഞാൻ ഈ കോലത്തിലായത്? നിന്നെ ഞാൻ കൊല്ലുവടാ കാല. ടാറ്റ സാർ, ടാറ്റ. താങ്ക് യു, താങ്ക് യു, ടാറ്റ സാർ. മൂസ കീ ജയ്, മൂസ കീ ജയ്, മൂസ കീ ജയ്. ഞങ്ങളാണ് പപ്പനും ടൊപ്പനും. മത്സരം അടിപൊളിയാണോ? അടിപൊളിയല്ലടാ, എല്ലാം തവിട് പൊടിയായി. എന്റെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞ മണ്ട ശിരോമണികള്. നീയൊക്കെ പപ്പനും ടൊപ്പനും അല്ല, പൊട്ടനും പോഴനുമാണ്. വെക്കണ ഫോൺ താഴെ, നാശങ്ങള്. ഇത് അവന്മാരല്ലേ? അയ്യോ, ഈ പ്രാവശ്യം അവൻ ജയിച്ചു. ഇവൻ വീരൻ ശൂരൻ, ഇവൻ ജഗജില്ലിയ. കള്ളന്മാരെയും കൊള്ളക്കാരെയും കണ്ടാൽ മുങ്ങും മൂസ. കൊല്ലാപ്പിൽ ചെന്നങ്ങ് ചാടിയിട്ടും ഉള്ളാടുന്നയ്യോ ചൊല്ലുന്നേ. വയ്യാത്ത വേലകൾ ചെയ്യുമ്പോൾ ഇല്ലാത്ത കോലങ്ങൾ കെട്ടുന്നേ. പപ്പൻ്റൊപ്പൻ തിമ്മയ്യ തക്കിട തരികിട കാട്ടുമ്പോൾ തട്ടിലൊളിച്ചു കളിക്കും മൂസ. കള്ളന്മാരെ കണ്ടുപയന്ന് കാലിൽ കേറി പാഞ്ഞു നടന്ന് ആ വഴി ഈ വഴി പല വഴി ഓടി തട്ടിത്തരികിടതോ. അയ്യോ, ചുക്കുമറിക്കുന്ന വീരാണിക്കും തോഴനാണിവൻ മൂസ. മൂസ മൂസ സിയാടി മൂസ, മൂസ മൂസ സിയാടി മൂസ. മഴയ്ക്ക് ചക്കര വീരതരാം, നാളെ വരുമ്പോ തൈരും കൂട്ടി മൂസയെടുത്തൊരു ഊടുതരാം. മഴയ്ക്ക് ചക്കര വീരതരാം, നാളെ വരുമ്പോ തൈരും കൂട്ടി മൂസയെടുത്തൊരു ഊടുതരാം. മൂസ മൂസ സിയാടി മൂസ, മൂസ മൂസ സിയാടി മൂസ. ട്രോഫിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ഒരു സ്റ്റൈല് കണ്ട. എടാ, ട്രോഫി കൂടാണ്ട് വല്ല പൈസ വല്ലതും കിട്ടിയ എങ്കിലും ഒരു 1000 രൂപ ഇങ്ങെടുക്ക്. എടാ, കാർ ഓടിച്ച നീയാണെങ്കിലും പുറത്തുനിന്ന് ഞാനും കുറെ പണിയെടുത്താണേ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. പൈസ ഒന്നുകൊണ്ടുള്ള സ്നേഹം ഒന്നും വേണ്ട.
പുറത്തുനിന്നുള്ളത് എന്റെ പണി ഞാൻ കണ്ടതാണല്ലോ. ആ മതിലിന്റെ ആളെ ഞാൻ ഇപ്പൊ വിളിക്കൂട്ടോ. അതേടാ, അയാളൊന്ന് ഒതുക്കാനാ. 1000 രൂപയും എടുത്തേ. അല്ലേ വേണ്ട, ഒരു 2000 ആയാലും മതി. എടാ, അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് തരാന്ന് പറ്റൂല. 1 മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് ഒരവധി ഞാൻ പറയും. ഇതിനു മുമ്പ് വാങ്ങിയത് ഒരുപാട് തിരിച്ചരാണ്ടല്ലോ. പോ 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 പടിയെടുത്തിന് പോ പോ പോ. നീ തന്നില്ലെങ്കിൽ വേണ്ട, കാശുണ്ടാക്കാൻ എനിക്കറിയാം. ഇത് കണ്ട എവിടെ നോക്കട്ടെ. ഇത് മലയാളല്ലേ? നിനക്ക് ഈ ഭാഷ അറിയില്ലെന്ന് സുഹൃത്തിനറിയില്ലല്ലോ. പാവം, വായിച്ച് മനസ്സിലാക്കാൻ കഷ്ടപ്പെട്ട് കാണും. പ്രിയപ്പെട്ട കൊച്ചുണ്ണിക്ക്, നീ ഇപ്പോ കാശില്ലാതെ വിഷമിക്കുകയാണെന്ന് എനിക്കറിയാം. അതിനാൽ നിന്നെ ഒരു പണി ഞാൻ ഏൽപ്പിക്കാം. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് 11 മണിക്ക് ഒരു ചാക്കിൽ കുറച്ച് സാധനം എത്തും. നീ അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം. ചാക്ക് കഴിവതും അനക്കാതെ കൊണ്ടുപോകണം. തലച്ചുമടാണ് നല്ലത്. ചാക്കൊരിക്കലും അഴിച്ചു നോക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ചാക്ക് ചോദിക്കും. അയാൾക്ക് ചാക്ക് കൈമാറി അയാൾ തരുന്ന നല്ലൊരു തുക വാങ്ങി തിരികെ പോരുക. എന്ന് നിന്റെ സ്വന്തം പാതിരാപ്പരമു. ഏതടി പാതിരാപ്പരമു? പാതിരാപ്പരമു എന്റെ ഒരു പഴയ സുഹൃത്താ. അവനെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. നിന്നെയൊക്കെ സ്നേഹിക്കുന്ന എന്നെ വേണം തല്ലാൻ. അപ്പൊ ശരി, പിന്നെ കാണാം. എടാ, അത് വല്ല കള്ളക്കടത്തായിരിക്കും. പോയി കസ്റ്റംസുകാരുടെ കയ്യിലങ്ങാൻ പെട്ടേക്കരുത്. അവസാനം മുസെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാവില്ല. അമ്മട പുള്ളിസോ, ഏത് കടത്തായാലും ഈ കൊച്ചുണ്ണിക്ക് പുല്ലാടാ പുല്ലി. ഓക്കെ, വൈകിട്ട് കാണാം. ശ്രദ്ധിക്കുക, യാത്രക്കാരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പയ്യന്നൂർ വഴി പാറശാലയ്ക്ക് പോകേണ്ട ബസ് 3 സ്റ്റാർ ഉടൻ സ്റ്റാൻഡ് വിട്ടു പോകുക. കിഴക്കേക്കോട്ട വഴി ശംഖുമുഖം പോകേണ്ട സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. എവിടെ ചാക്കിട്ട്? പണ്ടാരും ഇവിടെ കാണാനില്ല. ഇനി എന്ത് ചെയ്യും? ഹായ്, കിട്ടിപ്പോയി. അതല്ലേ ചാക്കിട്ട്? എന്റെ അമ്മോ, എന്തൊരു കുടിഞ്ഞ കനം. എന്തെങ്കിലും കാര്യമായിട്ട് കാണും. ഒന്ന് തുറന്നു നോക്കായിരുന്നു. വേണ്ട, അവരറിഞ്ഞാ കൊടുക്കാൻ കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്നാവും. ഈ പണ്ടാരം ചുമന്നി വന്ന് മനുഷ്യന്റെ നടുവടിയാറായി. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനിയും പോണം. തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകാൻ ഇതിനകത്ത് എന്ത് പണ്ടാറാണാവോ? മതി കൊച്ചുണ്ണി, ചാക്കിവിടെ ഇറക്കിക്കോളൂ. എവിടെന്ന് ഒരു ശബ്ദം കേട്ടല്ലോ. ആരാ കൊച്ചുണ്ണിന്ന് വിളിച്ചേ? ഇവിടെ ആരും കാണുന്നില്ല. അയ്യോ, രക്ഷിക്കണേ, ആളില്ലാത്ത ശബ്ദം മാത്രം. പ്രേതം പ്രേതം. എടാ, ഇത് ഞാനാ. നീ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. മകനെ കൊച്ചുണ്ണി, നീ പേടിക്കാതെ ഈ ചാക്കിട്ട് താഴെ ഇറക്കൂ. അയ്യോ, ചാക്ക് തുറക്കൂ മകനെ. എന്റെ അച്ഛോ, പ്രേതം. അയ്യോ, നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. നിനക്കെന്റെ വീരവണക്കം. നീയാ? എന്തിനടാ കാലം എന്നെ കൊണ്ട് ഈ ചുമടി ഒപ്പിച്ച്? മിസ്റ്റർ കൊച്ചുണ്ണി, വിഷമിച്ചു പോയോ? സാരമില്ല, നടക്കണ്ട. നാം ഇവിടെ എത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ സൂത്രം ഒപ്പിച്ചത്. എവിടെ എത്താൻ? ഓട്ടോക്ക് പോവാൻ കാശില്ലാത്തല്ലേ ഒരു പണി. എങ്ങനെയുണ്ട് എന്റെ ഭ്രാന്ത്? എങ്ങനെ? അപ്പൊ ഞാൻ പോട്ടെ. ഹലോ ഹലോ, ഹായ്. ആരിത്, പൂജയോ? ഹലോ മൂസ, എന്ത് തിരക്കായത്? നമ്മളെയൊക്കെ വല്ലപ്പോഴും ഒന്ന് ഓർക്കടോ. എപ്പോ നോക്കിയാലും തിരക്ക്. വെരി ബിസി മാൻ. ഓർക്കാഞ്ചിട്ടല്ല പൂജ, താൻ പറഞ്ഞ പോലെ ബിസി അല്ലേ. എന്ത് ചെയ്യാം? കേസ് അന്വേഷണത്തിനും കാർ റേസിംഗിനും ഒക്കെ അവധി കൊടുത്തിട്ട് എനിക്കായി കുറച്ച് സമയം കണ്ടെത്തും മൂസ, പ്ലീസ്. ഓക്കെ, ശരി. പൂജ പറഞ്ഞോളൂ. എവിടെ വെച്ച് എപ്പ കാണണം? ഐ ആം റെഡി. മൂസ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമുക്ക് മ്യൂസിയത്തിൽ വെച്ച് കാണാം. എന്തായാലും വരണോട്ടോ. എന്നത്തെ പോലെ കേസെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളയരുത്. ഏയ്, ഒരിക്കലുമില്ല. ഓക്കെ പൂജ. ശരി പൂജ. യെസ് പൂജ. എന്താടാ ഇത്? ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഓക്കെ പൂജ, ശരി പൂജ, യെസ് പൂജ, വഴിപാടുകളുടെ ഒക്കെ ഓരോ പേര്. ഹായ്, വന്നല്ല വനമാല. എടാ, ഇത് അമ്പലം വഴിപാടൊന്നും അല്ല. എന്റെ ലവർ, ദ ഗ്രേറ്റ് വുമൺ മിസ് പൂജ സേഠ്. ഓ, നമ്മുടെ മേനെ പ്യാർ കിയ. ഇപ്പൊ പിടികിട്ടി. ഇതെന്താ കഴുത്തില്? ഹോ, അതൊന്നും പറയണ്ട. ഇന്നലെ ആ പ്രാന്തനെ ഒന്ന് ചോന്നതാ. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ഓ, സമയം പോയി. ഞാൻ റെഡി ആവട്ടെ. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരടിൽ 100 കനവുണ്ട്.
എന്താണിത്? മുട്ടിഞ്ഞ ഗ്ലാമറ ഞാൻ. അപ്പൊ ശരി പോകാം. എങ്ങോട്ട്? പൂജയെ കാണാൻ. എന്തിന്? വെറുതെ. വെറുതെ നീ ഇവിടെ ഇരുന്നാ മതി. പൂജയെ കാണാൻ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ആ നീ പൊക്കോ, ഇനി ഞാൻ നിന്റെ കൂടെ ഇല്ല. ഇങ്ങനെ വേണപ്പെടാ കൂട്ടുകാരായ. ലൈൻ വീഴുവോളം കൊച്ചുണ്ണി കൊച്ചുണ്ണി വീണു കഴിഞ്ഞപ്പോ കൊച്ചുമില്ല ഉണ്ണിയില്ല. ആ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെയൊക്കെ ഇഷ്ടപ്പെടാൻ ആളുണ്ട്, നമ്മളെയൊക്കെ ഒരു പട്ടിക്കും വേണ്ട. ഹായ് മൂസ. ഹായ് പൂജ. പൂജ കാത്തിരുന്ന് മടുത്തോ? ഹേയ്, ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. മ്യൂസിയം മൊത്തത്തില് ഒന്ന് സെറ്റപ്പ് ആയിണ്ടല്ലേ? എന്തായാലും പൂജ തെരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. ഈ മ്യൂസിയത്തിൽ കുറച്ചു നാളായി പ്രവേശനമില്ലായിരുന്നു അല്ലേ മൂസ? അതെ, കള്ളന്മാർ ശല്യം കാരണം അടച്ചിട്ടെ. കള്ളന്മാരോ? ഇടിമണ്ടി, ഇവിടെ രാജഭരണകാലത്തെ അപൂർവ രത്നങ്ങളും ആഭരണങ്ങളൊക്കെ ഉള്ളതാ. കള്ളന്മാരെ ശല്യം ഇല്ലാണ്ടിരിക്കോ? ഓ, ഞാനത് മറന്നു. അതെന്തുമാകട്ടെ, ഞാൻ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് പറയാനാ മൂസയെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്. വീട്ടിൽ ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാഞ്ഞിട്ടല്ല, പൂജയെ പോലൊരു സാമ്പത്തിക ശേഷിയുള്ള കുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയോ? സാമ്പത്തികമൊന്നും പ്രശ്നമല്ല മൂസ, മനസ്സാണ് വേണ്ടത്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തോ എനിക്കിപ്പോ നല്ല മൂഡില്ല. വാ, നമുക്ക് മ്യൂസിയം ഒന്ന് കണ്ടുവരാം. ആ, എല്ലാം മൂസയുടെ ഇഷ്ടം. മൂസ, ഇത് ഏത് രാജാവാണ്? ഇതാണ് കുലശേഖര കൊടവയറൻ തിരുനാൾ. കണ്ടില്ലേ കൊടവയർ? അയ്യോ, ഇത് പ്രതിമ അനങ്ങുന്നു. മൂസ, എനിക്ക് പേടിയാവുന്നു. ആരടാ നീ? പേടിക്കാതെ കൊച്ചേ, ഞാനിവന്റെ അന്തക രാജാവ്. കുട്ടി കരയണ്ട, ഈ കുട്ടിക്ക് ഞാനുണ്ട്. ആരാണിത് മൂസ? ഇതാണ് മിസ്റ്റർ പ്രാന്തിജി, മഹാരാജൻ പ്രാന്തിജി. പോട്ടെ, പിന്നെ കാണാം. വാ, നമുക്ക് പോകാം. അത് ആരുടെ കിരീടമാ? അതാണ് മുഗൾ ചക്രവർത്തിയുടെ കിരീടം. അപ്പൊ ഇതോ? ഓ, ഇത് താഴെ ചക്രവർത്തിയുടെ കിരീടം. ഈ മൂസയുടെ ഒരു കോമഡി. ഇതെന്താ മൂസ? അതാണ് രാജാക്കന്മാരുടെ പടച്ചട്ട. പണ്ടവർ യുദ്ധത്തിന് പോകുമ്പോ ഉപയോഗിച്ചിരുന്നതാ. വാ, ഇനി നമുക്ക് മ്യൂസിയത്തിലെ പ്രധാന ഐറ്റം കാണാം. ഇതിന് ഒത്തിരി വില വരും അല്ലേ മൂസ? പിന്നില്ലേ, ഈ വിശിഷ്ടമായ ഡയമണ്ടിന് വിദേശത്ത് കോടികളാ വില. വെരി വെരി ബ്യൂട്ടിഫുൾ. സ്റ്റൈൽ ആയിട്ടുണ്ട് മൂസ, സൂപ്പർ സ്റ്റൈൽ. ഈ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ പൂജയെ ഞാൻ എന്നേ വിവാഹം ചെയ്തേനെ. പിന്നെ തന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ ആരാ? ഡയമണ്ട് മൂസ. കൊള്ളാം, കൊച്ചു മോഹമൊന്നുമല്ല മനസ്സിൽ. അത് മൂസയുടെ കാറല്ലേ? ഇവരെത്താ മ്യൂസിയത്തിൽ പണി? ഏതായാലും ഒന്ന് നോക്കിക്കളെ. ഹലോ മർമണ്ണസേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്താണ് എന്നെ വിളിച്ചേ? മരമണ്ടനെന്നോ? അയ്യോ സോറി സാർ. എന്തൊക്കെയുണ്ട് SI മരമാക്രി സാർ? ഈ പ്രാന്തനോട് തർക്കിച്ചതാ ഇവൻ എന്നെ നാറ്റിച്ച് കൊളവാക്കും. ആ മൂസയെ കാണുന്നില്ലല്ലോ. ഇവരോട് ചോദിക്കാം. മിസ്റ്റർ പ്രാന്തിജി, നമ്മുടെ മൂസ, അതായത് എന്റെ അളിയൻ CID എവിടെ കണ്ടോ? കണ്ടോന്നാ? നല്ല ചോദ്യം. ദാക്കർന്ന മുറിയിൽ മൂസയും അവന്റെ ലൈനും ഇരിപ്പുണ്ട്. സത്യം. അവളുണ്ടോ? എങ്കിൽ രണ്ടിനെ കൂടി പൊക്കിയിട്ട് അവളുടെ വീട്ടിൽ വിളിച്ചു പറയണം. പിന്നെ അവന്റെ കാര്യം അവര് നോക്കിക്കോളും. എവിടെ പ്രാർത്ഥിച്ചി അവര്? ഓ, എന്റെ ആറ്റുകാല അമ്മച്ചി, നീ തന്നെ തുണ. മുറിയിൽ അവരുണ്ട്. ദേ ആ കാണുന്ന ജനലോട് നോക്കിയാ അവരെ കാണാം. ആ ജനൽ വരെ എത്താൻ എന്താ ഒരു വഴി? നാശം, നല്ല ഉയരുണ്ട്. അതിലൊക്കെ വഴിയുണ്ട്. ഇപ്പൊ കൊണ്ടുവരാട്ടാ. മൂസ അവളെ പിടിച്ചു കഴിഞ്ഞ പിന്നെ അവന്റെ കാര്യം ഗോവിന്ദ. ഇതാ സാർ ഏണി. ഇതിലൂടെ സാർ മുകളിലോട്ടിരിക്കൂ. ഞാനേ ആരെങ്കിലും പണ്ടെണ്ടാന്ന് നോക്കാം. ഹായ്, കൊള്ളാം, നല്ല ഐഡിയ. ആര് പറഞ്ഞു എന്റെ ഈ മുത്തിരി ഭ്രാന്താണെന്ന്? മുത്തേ, ഇനിയല്ലേ രസം. അയ്യോ എടാ, ഏടി മാറ്റാത്തടാ. അയ്യോ രക്ഷിക്കണേ. എടാ ഭ്രാന്താ, കാല ഏടി വെക്കടാ. എന്റെ കൈ കടക്കുന്നടാ. അയ്യോ, ഞാൻ വീഴും.
അയ്യോ ഞാൻ ചത്തേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പത്മനാഭൻ തമ്പുരാൻ മ്യൂസിയത്തിൽ നിന്നും അത്യപൂർവമായ ഡയമണ്ട് മോഷ്ടിക്കപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് ഏതോ കൊള്ളസംഘം ഇത് കൈക്കലാക്കിയത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ഡയമണ്ട് ഏതോ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമാണ് കടത്തിയിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രമോദ് രഘുവംശം ലൈനിലുണ്ട്. ഹലോ മിസ്റ്റർ പ്രമോദ്. ഹലോ രതീഷ്, ഞാനിപ്പോൾ മ്യൂസിയത്തിന്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. മ്യൂസിയത്തിലെ ഡയമണ്ട് മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണ ഏജൻസികളുടെ തലവന്മാർ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നും വിലടയാള വിദഗ്ധർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഊർജിതമായ നീക്കങ്ങളാണ് പോലീസിന്റെയും മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മോഷ്ടാക്കളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ആഭ്യന്തരമന്ത്രി ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരി, വിവരങ്ങൾക്ക് നന്ദി മിസ്റ്റർ പ്രമോദ് രഘുവംശം. ഇപ്പോൾ കിട്ടിയ വാർത്ത, 24 മണിക്കൂറിനുള്ളിൽ കൊള്ളസംഘത്തെ പിടികൂടുമെന്ന് IG-യുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഹായ്, ഇനി ഡയമണ്ട് നമുക്ക് സ്വന്തം. ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കാം പാപ്പാ. ശരിയാളിയാ, നമുക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ പോയ കുറച്ച് ഗുണ്ടും പടക്കവും എല്ലാ സാധനവും മേടിച്ചിട്ടും പറ്റും. ഇന്ന് തകർക്കണോടാ. പിന്നെ രഹസ്യ സംഗീതത്തിലല്ലേ പടക്കം പൊട്ടിച്ചാഘോഷം. കൊള്ളാം, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. പോലീസ് എപ്പ എത്തിന്ന് ചോദിച്ചാ പോരെ? അവർക്കും കൊടുക്കാം. എന്ത് പടക്കം? പടക്കോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ആ കാലമൂസ കേസ് ഏറ്റെടുക്കും. അവൻ എന്തെങ്കിലും തുമ്പ് കിട്ടിയാ പിന്നെ നമ്മുടെ കാര്യം കട്ട പുകയാ. തുമ്പോ? അതെന്ത് സാധനമാണ്? തുമ്പെന്താന്നോ? കുന്തം. നിന്നെ കൂടെ കൊണ്ടിടക്കുന്ന എന്നെ വേണം തല്ല. എടാ, നമ്മൾ ഇനി ഇവിടെ തങ്ങുന്നത് അത്ര പന്തിയല്ല. നമുക്ക് എവിടെക്കെങ്കിലും മുങ്ങാം. ഞാൻ ബോസിനെ വിളിച്ച് നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കാം. ഹലോ ബോസ്, ഞാനാണ് ടൊപ്പൻ. ഇവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മട്ടാം. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കട്ടെ? വേണ്ടെന്നോ? ഓക്കെ. ഓ, അത് ശരി, ഗുഡ് ഐഡിയ സാർ. ഞങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോ ഒരു വെടിക്ക് 2 പട്ടിയല്ലേ? എന്തു പൊട്ടഞ്ചിരിയാടിത്? ബോസ് എന്താ പറഞ്ഞ? നമ്മൾ എങ്ങോട്ടാ പോവേണ്ടത്? എടാ, നമ്മൾ എങ്ങും പോകുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് പണിയൊപ്പിക്കും. ബോസിയുടെ കഥ ഇന്നത്തോടെ തീരും. അതിനുള്ള സൂത്രമാ ബോസ് പറഞ്ഞത്. എന്ത് സൂത്രമാണ്? എടാ, നമ്മൾ ഇപ്പൊ തന്നെ IG-യെ വിളിക്കുന്നു. IG-യോ? എന്തിനാ? ഡയമണ്ട് എടുത്തത് നമ്മളാണെന്ന് പറയാൻ. നിനക്കെന്താ വട്ടായോ? ഞാനില്ല നിന്റെ കൂടെ. ഞാൻ ബോസിനെ വിളിച്ചു പറയാൻ പോവാ നിനക്ക് കൊള്ള നടത്തി വട്ടായെന്ന്. എടാ മണ്ടച്ചാരെ, നീ മുഴുവൻ കേൾക്ക്. ഡയമണ്ട് എടുത്തത് നമ്മളാണെന്നും അത് മ്യൂസിയത്തിൽ നിന്ന് എടുക്കാൻ നമ്മളെ സഹായിച്ചത് മൂസയാണെന്നും പറയുന്നു. മൂസയല്ലല്ലോ നമ്മളെ സഹായിച്ചത്. പിന്നെ മൂസക്ക് ക്രെഡിറ്റ് എന്തിനു കൊടുക്കണം? ഞാനില്ല. എടാ മരമാക്രി, നമ്മളെ ഡയമണ്ട് എടുക്കാൻ സഹായിച്ചത് മൂസയാണെന്ന് അറിയുമ്പോ മൂസ ജയിലിലുമാകും. ബോസ് ഇവിടുന്ന് ഡയമണ്ട് കടത്തി മരിക്കും. എങ്ങനെ? നമ്മുടെ ബോസിന്റെ ബുദ്ധി അപാരം തന്നെയല്ലേ? ഞാനല്ലേ ബോസിനൊന്ന് ഉപദേശം കൊടുക്കുന്നത്. അതിന്റെ ഗുണം കാണാതിരിക്കുമോ? അപ്പൊ ഞാനും കൂടി ബോസിന് ഉപദേശിച്ചെങ്കിൽ ബോസ് തകർത്താനെ. എങ്കിൽ ബോസ് പണ്ടേ തകർന്നേനെ. നീ എനിക്കിട്ട് പണിയാതെ വേഗം IG-യെ വിളിച്ച് കാര്യം പറ. അതിനു മുൻപ് നമുക്ക് ആ പീതാംബരൻ SI കൂടി കയ്യിലെടുക്കണം. ബോസെക്കിട്ട് പാല് വെക്കുന്ന പ്ലാൻ അറിയുമ്പോൾ അയാൾ തുള്ളിച്ചാടും. എങ്കിൽ അയാൾ ആദ്യം വിളിക്ക്. അതെ, SI പീതാംബരൻ സ്പീക്കിംഗ്. ഡൊപ്പനോ? എന്തുണ്ട് വിശേഷം ഡൊപ്പ? നല്ല ഐഡിയ. അവരെ കൊടുക്കാൻ ഇതിന് നല്ല പണിയില്ല. സൂപ്പർ ഐഡിയ. തെളിവൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളോടെ തന്നെ IG-യെ വിളിച്ച് സംഭവം അറിയിച്ചോളൂ. പിന്നെ നിങ്ങൾ രഹസ്യ സംഘത്തെ വിളിക്കാവൂ. ഓക്കെ? ഹായ്, ഇന്നത്തെ കൊണ്ട് മൂസ ക്ലോസ്. നാളെ മുതൽ എനിക്ക് പ്രമോഷൻ. ഇനി IG വിളിക്ക്. മൂസയുടെ കളി നമ്മടുത്ത് ചെലവാലെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. ഡപ്പാ,
പെട്ടെന്ന് വിളിയടാ ഐജിയെ. ഹലോ, ഐ ജി അല്ലേ? യെസ്, ആരാണ്? ഹലോ സാർ, ഞാൻ ടൊപ്പൻ. എന്റെ കൂടെ പപ്പനുമുണ്ട്. സാർ ഞങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. മ്യൂസിയത്തിലെ ഡയമണ്ട് എടുത്തത് ഞങ്ങളാണ് സാർ. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ ചിലർ തട്ടിയെടുത്തു. എന്ത്? എവിടെ വെച്ച്? ആരാണത്? നിങ്ങൾക്കറിയില്ലേ? അവരെ ഞങ്ങൾക്കറിയില്ല സാർ. എന്നാൽ വേറെ ചില കാര്യം പറയാനാണ് ഞങ്ങൾ സാറിനെ ഇപ്പോൾ വിളിച്ചത്. എന്താണെങ്കിലും വ്യക്തമായി പറയൂ. സത്യമായും ഞങ്ങളെ സഹായിച്ചത് മൂസയാണ്. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഡയമണ്ട് തട്ടിയെടുത്തത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ സാർ. നോൺസെൻസ്, വെറുതെ കള്ളം പറയരുത്. കഴിഞ്ഞ ദിവസം മൂസ ഒരാളാണെന്ന് പറഞ്ഞ് ഒരു വിദേശി ഞങ്ങളെ സമീപിച്ചിരുന്നു. അവന് വിദേശത്തുള്ള പലരുമായി ബന്ധമുണ്ട്. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അവന്റെ കുറച്ച് ദിവസത്തെ നീക്കങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി, അപ്പോ കിട്ടും തെളിവുകൾ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഡയമണ്ട് ഞങ്ങൾ കൈവശമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലൊരു ഫോൺ ചെയ്യാൻ മണ്ടന്മാരാണോ? എന്തായാലും ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം പോലെ ചെയ്. കലക്കിടാളിയാ. എടാ, നീ അറിഞ്ഞ കൊട്ടാരത്തിലെ മ്യൂസിയം ആരോ കട്ടണ്ടു പോയെന്ന്? നിന്നെ പോലുള്ള വല്ല കള്ളന്മാരായിരിക്കും. എന്നാലും ഈ മ്യൂസിയം എന്ന് പറഞ്ഞ സാധനം അതെന്താടാ? എടാ, മ്യൂസിയം അല്ല, അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഡയമണ്ടാ മോഷ്ടിച്ചിട്ട് പോയത്. ആഹാ, ഡയമണ്ട് ആയിരുന്ന? ഞാൻ ഓർത്ത് വല്ല വിലപിടിപ്പുള്ള സാധനം ആയിരിക്കും. എന്തായാലും അത് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് വല്ല വിദേശ രാജ്യത്തേക്കും ആയിരിക്കണേ. അതെന്തിനാ വിദേശത്തേക്ക് കൊണ്ടുപോണത്? വിദേശത്താകുമ്പോ നിന്നെ അന്വേഷണത്തിന് അങ്ങോട്ട് വിടും. അപ്പോ അസിസ്റ്റന്റ് ആയി ഞാനും വരും. നമ്മൾ വിദേശത്ത് ഇങ്ങനെ ഹബീബി ഹബീബി കിലാലിന്റെ മഞ്ചലേറി സുൽത്താനായി വാഴും ഞാൻ, സുൽമാ ബീബി ആകും ഞാനായി. സാർ, ഇതാണ് മൂസയുടെ ഓഫീസ്. പറഞ്ഞു തീർന്നില്ല. ഐജിയും പീതാംബരസയും കൂടി നിന്നെ കേസേൽപ്പിക്കാൻ വന്നു കഴിഞ്ഞ്. ഇനി ഞാനിവിടെ നിന്ന ശരിയാവില്ല. വരൂ സാർ, ഇരിക്കൂ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞങ്ങൾ അതിന് മുമ്പേ അറിഞ്ഞു. കൊച്ചു കള്ളൻ. മിസ്റ്റർ മൂസ, യു ആർ അണ്ടർ അറസ്റ്റ്. മ്യൂസിയത്തിൽ ഡയമണ്ട് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്ത് സാർ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? നിന്നെയൊക്കെ മനസ്സിലാക്കി തരാവടാ. ഏയ്, മാറിക്ക് സാർ. കാര്യം അറിയാതെ കൊടുക്കാൻ നോക്കരുത്. മൂസ, അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പപ്പനും ടൊപ്പനും ഞങ്ങളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞെന്നാ? ഇത്രയും നാളും ജീവൻ പണയം വെച്ച് പല കേസിൽ തെളിയിച്ച ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. ഏതെങ്കിലും കൊള്ളക്കാര് പറയുന്ന കാര്യം. അതെ, ഡയമണ്ട് എവിടെ ഇരിക്കുന്നത് പറഞ്ഞാ മതി. ഒരു CID കള്ളര് കഞ്ഞി വെച്ച മൂസ. എവിടെയാണ് റാസ്കൽ ഡയമണ്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സാർ ഇത്? ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഡയമണ്ട് എടുക്കാൻ അവരെ സഹായിച്ചത് മൂസയാണ്. എനിക്കൊന്നും അറിയില്ല. ഇത് ചീറ്റിംഗ് ആണ് സാർ. അയ്യോ പാവം, അവനൊന്നും അറിയില്ല. ഇന്നലെ ഇവൻ മ്യൂസിയത്തിലുണ്ടായിരുന്നു സാർ. ശരിയാണോ? താൻ ഇന്നലെ മ്യൂസിയത്തിൽ പോയിരുന്നു? യെസ് സാർ, ഞാൻ പോയിരുന്നു. എന്തിന്? വെറുതെ കറങ്ങാൻ. വെറുതെ കറങ്ങാൻ? നീ എന്താ പമ്പരമാണോ? അവന്റെ ഒരു കറക്ക. മ്യൂസിയത്തിൽ പിന്നെ കറങ്ങാനല്ലാതെ തൂങ്ങാനാണോ പോണേ? സാർ, ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഒന്ന് അടങ്ങി നിൽക്കണോ? ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചവരെ പോലെ. മൂസ, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. കുന്തം പോയ കുടത്തിലും തപ്പട്ടെ. അയ്യോ, ഇവിടെ ഭയങ്കര ബൂട്ടയാണ് സാർ. എന്തായത് മൂസ? സർ, ഇത് മ്യൂസിയത്തിൽ ഡയമണ്ട് സൂക്ഷിച്ചിരുന്ന ബോക്സ് അല്ലേ? ഇതൊക്കെ ഇവിടെ വന്നു. സർ, ഇതിലെന്താ ചതിയുണ്ട്? ഞാൻ നിരപരാധിയാ. അതൊക്കെ കോടതി തീരുമാനിക്കും. മൂസയിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. മിസ്റ്റർ പീതാംബരൻ, യെസ് സാർ. ഇയാളെ വിലക്ക് വെക്കൂ. ശരി സാർ. എപ്പോ വിലക്ക് വെച്ച് ചോദിച്ചാ പോരെ? വാടാ ഡയമണ്ട് കള്ള.
ഈശ്വര, മൂസ ഏതോ കാലന്മാര് ചതിച്ചു. ആരോ പറയുന്നതാ ഇപ്പൊ ഐ ജി സാറിനൊക്കെ കാര്യം. ഇത്രയും നാൾ അവൻ കഷ്ടപ്പെട്ടതിനൊന്നും ഒരു വിലയില്ല. എന്ത് ചെയ്യാ, ദൈവം തന്നെ അവന് തോണ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡയമണ്ട് മോഷണ കേസിലെ മുഖ്യപ്രതി പ്രശസ്ത കുറ്റാന്വേഷകനായ CID മൂസയാണെന്ന വിവരം പോലീസ് അറിയിച്ചു. ഇന്ന് രാവിലെ 10:30 മൂസയുടെ ഓഫീസിലെത്തിയ IG-യും സംഘവും പ്രധാനപ്പെട്ട തെളിവോടെ മൂസയെ അറസ്റ്റ് ചെയ്തു. മൂസയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചില്ലെന്ന് മുഖ്യമന്ത്രിയും മറ്റു പ്രമുഖരും അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ആദ്യമായാണ് ഒരു കുറ്റാന്വേഷകനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നത്. ആരായത്? ഏറ്റവും നല്ല CID, കുറ്റവാളികളുടെ പേടി സ്വപ്നം. എന്തൊക്കെയായിരുന്നു ഒരൊടക്ക കൊള്ളക്കാരനെ പിടിച്ചപ്പോഴത്തെ പുകില്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവന്റെ തനിതരം? മൂസയല്ല നീ, മൂഷികനാ, മൂഷികൻ, CID മൂഷികൻ. പ്ലീസ്, അളിയനെങ്കിലും ഞാൻ പറയുന്നത് കേക്കോ? ചി, അളിയനോ? എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ആംഗളയില്ലെന്ന് ഞാൻ കരുതും. എന്റെ അത്തിപ്പാറമ്മച്ചി, നീ കാത്തു. ഇവരെ വിലങ്ങു വെക്കാൻ എനിക്ക് സാധിച്ചല്ലോ. എടാ മൂസേ, നിന്റെ അവസാന രാത്രിയാണിത്. മൂസയെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. ഇത് മറ്റവളായിരിക്കും. അവക്കും അവളുടെ വീട്ടുകാർക്കും ഈ കള്ളനെ മതിയെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ, അല്ലേ? കണ്ടിട്ട് വേഗം പോകാൻ പറ. പൂജ, മൂസയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. പൂജ, നീങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാൻ നിരപരാധിയാ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ മുന്നിൽ വെച്ചല്ലേ മൂസ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. പിന്നെ ആ ബോക്സ് എങ്ങനെ മൂസയുടെ മുറിയിൽ വന്നു? എന്തോ ഗൂഢാലോചന ഉണ്ട് ഇതിന്റെ പിന്നില്. എന്താ ചെയ്യാ, തെളിവുകളൊക്കെ എനിക്കെതിരാ. പൂജ, നീ എങ്കിലും എന്നെ വിശ്വസിക്കണം പ്ലീസ്. പൂജ മൂസയെ കണ്ടിട്ട് പോയാണല്ലേ. കുട്ടിയൊന്നും മനസ്സിലാക്കണം. മൂസ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മറ്റാരെക്കാളും എനിക്കറിയാം അവന്റെ സ്വഭാവം. മൂസയെ ആരോ കൊടുക്കാൻ ഒപ്പിച്ച പണിയത്. പക്ഷേ തെളിവൊക്കെ മൂസയ്ക്കെതിരല്ലേ. മൂസ ഒന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞങ്ങൾ കേസ് തെളിയിക്കും. ഇതിന്റെ പിന്നിലുള്ളവരെല്ലാം പിടികൂടുകയും ചെയ്യും. എന്നാണ് ജാമ്യം കിട്ടുന്നത്? ജാമ്യത്തിലുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ ജാമ്യം കിട്ടും. അന്ന് ഞങ്ങൾ മൂസയുടെ സുഹൃത്തുക്കൾ എല്ലാരും കൂടി മൂസയ്ക്ക് ടൗൺ ഹാളിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്നുണ്ട്. പൂജയും വരണം. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തെളിഞ്ഞാൽ മതി. ഓ, സമയം ഒത്തിരിയായി, ഞാൻ പോകുന്നു. എങ്കിൽ ശരി, പിന്നെ കാണാം. ഏത് കൊള്ളക്കാർക്കാണ് നീ നിന്ന് ടാറ്റ കൊടുക്കുന്നേ? ഓ, വീരപ്പ സാറാ. മൂസ അകത്തായെന്ന് പറഞ്ഞ് താൻ എളിയണ്ട. മൂസ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാ അന്ന് നമുക്ക് കാണാ കളി. തനിക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടോ ക്രൂരപ്പൻ സാറേ? എനിക്ക് ഇപ്പൊ തന്നെ താടാ എനിക്ക് വെച്ചിട്ടുള്ളത്. താടാ കൊച്ചുടി, നിക്കടാ അവിടെ. നിന്നെ ഇത് പൊക്കിയിട്ട് എന്റെ കാര്യം നിക്കാൻ. ധൈര്യം ഉണ്ടെങ്കിൽ കേറി വാടാ ക്രൂരപ്പ. ആഹാ, അത് ശരി, നീയാണോ എന്റെ മരം കയറാൻ പഠിപ്പിക്കുന്നത്? ഇത് നിന്നെ കാണിച്ചു തരാവേ. അയ്യോ, എന്റെ തട്ടല്ലൊടിക്കേ. എന്നിട്ട് ഇത് കാണിച്ചു തരാടാ. ഇവിടെ എന്റെ തോക്ക്. അമ്മച്ചി, എടാ കൊച്ചുണ്ടി, ഇറങ്ങി വരാൻ. നാശം, തോക്കെടുക്കാൻ പറഞ്ഞു. എടാ, തോക്കെടുക്കാൻ ചെയ്തതിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ഈ പേറിഞ്ചി താഴെ ഇട്ടാരെ. എടാ, ഇറങ്ങി വരാൻ. ഇല്ല, ഞാൻ 2 മാസം കഴിഞ്ഞ് ഇറങ്ങുന്നുള്ളു. ഞാൻ മണ്ണില്ലെന്നേ. എടാ, നീ ഇറങ്ങി വരുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, നീ ഇറങ്ങി വരുന്നവരെ ഞാൻ താഴത്തിരിക്കാം. അയ്യോ, ഈ കാലം കാവലിരിക്കാൻ പോണേള്ള. എനിക്കാണെങ്കിൽ മൂസയുടെ ജാമ്യത്തിന്റെ കാര്യം തീർക്കാൻ പോണ്ടതാ. എന്ത് ചെയ്യും ഈശ്വര?